ഇവിടെ പറഞ്ഞു എത്ര നാളുകൊണ്ട് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു ഇത് പറ ഒരു ഒന്നെങ്കിലും ഇത്ര മാസം. അതെ. പിന്നെ ഞങ്ങൾക്ക് ഇപ്പം വേണ്ടത് ഒറ്റൊരു കാര്യമേ ഉള്ളൂ. ഞങ്ങൾ ഈ ആറള ഫാമിലെ ആദിവാസികൾ എന്ന് പറഞ്ഞ ഈ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ഒരൊറ്റൊരാവശ്യമുള്ളൂ. ഇനി ആറള ഫാമിൽ വന്യമൃഗങ്ങളാൽ ഒരു ജീവനും പൊലിയാൻ പാടില്ല എന്ന് സാർ ഇപ്പൊ ഇവിടെ വെള്ള പേപ്പറിൽ എഴുതി ഞങ്ങളുടെ ആറള ഫാമിലുള്ള ജനങ്ങളുടെ അഭ്യർത്ഥന ഇതാണ്. ഞങ്ങൾക്ക് വെള്ള പേപ്പറിൽ ഇവിടുന്ന് സാർ ഇപ്പൊ ഈ മീഡിയക്കാരുടെ മുമ്പിൽ വെച്ച് എഴുതി ഒപ്പിട്ട് തരണം. ഇനി ആറള ഫാമില് വന്യമൃഗങ്ങളാൽ ഒരു ജീവനും കൊല്ലാൻ പാടില്ല. അതാണ് ഞങ്ങളെ എല്ലാവരുടെ ഈ ആറള ഫാമിലെ മൊത്തം ജനങ്ങളുടെ പ്രതിനിധി പോലെ ആയിട്ട് ഞാൻ പറയുന്നതാണ്. ഞങ്ങളുടെ തീരുമാനം ഇതാണ്. ഇതിന് സാർ ഇപ്പൊ ഇവിടുന്ന് വെള്ള പേപ്പറിൽ എഴുതി, സാറിന് വെള്ള പേപ്പർ ഇല്ലെങ്കിൽ ഞങ്ങളിപ്പോ വെള്ള പേപ്പർ തരും. സാർ എഴുതി അത് ഒപ്പിട്ട് ഈ മീഡിയക്കാരുടെ മുമ്പിലടക്കം ഇത് കാണിച്ചിരിക്കണം. ഞങ്ങള് ഒരാവശ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദിവാസി ജനസമൂഹത്തിന് ഇനിയുള്ള വരും കാലങ്ങളിൽ ഒരു മരണം പോലും ആറളം ഫാമില് ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അല്ല, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തീരുമാനമെടുത്ത കണക്കിന്റെയോ അല്ലെ പണിയുടേതോ ജോലി കൊടുക്കുന്നവരുടെയോ കണക്കല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് ഇത് ചെയ്ത് തരാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ നിങ്ങളുടെ മിനിറ്റ്സിന്റെ കോപ്പി ഒന്നും നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ ആർക്ക് പണി കൊടുത്തു പോലും, എവിടെ ചെയ്ത് പോലും, എവിടെ കൊടുത്തു പോലും അതൊന്നും നമുക്കറിയണ്ട. RRT ടീമിനെ ഇനി നിങ്ങൾ എന്തിനാ RRT ടീമിനെ വെച്ച് വാഴിക്കുന്നത്? ഇന്നലെ 24 മണിക്കൂറായിട്ട് ഈ ബോഡി ഇവിടെ കിടക്കുന്നു. ഒരാള് നിങ്ങളുടെ വനം വകുപ്പിൽപ്പെട്ട ഒരാള് ഇവിടെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും രോഷം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഒരാള് പോലും ഒന്നിനൊന്ന് എത്തി നോക്കാൻ പോലും ഒരാൾ ഈ നിമിഷം വരെ എത്തിയിട്ടില്ല. എന്തിനാണ് സാർ മാസാമാസം RRTക്കാർക്ക് ശമ്പളം എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത്? എന്തിനെങ്കിലും ആവശ്യമുണ്ടോ? അത് ഈ സാധാരണക്കാർക്ക് കൊടുക്ക്. ഇവരോടിക്കുവാനേ, ഞങ്ങൾ ആദിവാസികൾ ഓടിച്ചോളാനേ. ഞങ്ങൾക്ക് RRTക്കാരുടെ ഒരു സേവനം വേണ്ട. ഞങ്ങൾക്ക് ഒരു RRTക്കാരുടെ ഒരു സേവനം വേണ്ട. ഒന്നിൽ കൂടുതൽ RRTക്കാർ വേണ്ട. ഇതേപോലെ കുറെ തീരുമാനങ്ങൾ ബ്ലോക്ക് എഴുതി വെച്ചിട്ട് കളക്ടർ അടക്കം ഞങ്ങൾക്ക് എഴുതി പേപ്പറിലാക്കി മിനിസാക്കി വെച്ചിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്നറിയാം? അടിക്കാട് വെട്ടാം. 3 മാസം കൂടുമ്പോൾ ആറളം ഫാമിലെ എല്ലാ ബ്ലോക്കിലെയും അടിക്കാടുകൾ വെട്ടിത്തെളിച്ചു തരും. അതുപോലെ 3 വണ്ടി പെട്രോളിങ്ങിനായിട്ട് നിങ്ങൾക്ക് ആറളം ഫാമിലി രാവും പകലും പെട്രോളിങ് നടത്തും. ബാക്കിയുള്ള ആറളം ഫാമില് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തി തരാം എന്ന് പറഞ്ഞൊരു മിനിറ്റ്സ് കളക്ടറിന്റെ ഓഫീസിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന സംശയമാണെങ്കിൽ നിങ്ങൾ അത് അന്വേഷിച്ച് നോക്കൂ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ 10-35 ആൾക്കാർക്ക് RRT കാട് വെട്ടിത്തെളിക്കാൻ ആ സമയത്ത് ട്രെയിനിങ് കൊടുത്തു. സർക്കാരിന്റെ ഖജനാവെന്ന് ട്രെയിനിങ് പൈസ എടുത്ത് ട്രെയിനിങ് കൊടുത്തു, മെഷീൻസ് കൊടുത്തു. 10-35 ആളെ എടുത്തു. ആ ഒരു 2 മാസം അവർക്ക് പണി കൊടുത്തു. അന്നേരം പറഞ്ഞു സർക്കാരിന്റെ ഫണ്ടില്ല, ST ഫണ്ടില്ല എന്നും പറഞ്ഞ് ഈ പാവപ്പെട്ട ആദിവാസി ജനങ്ങളുടെ പണി അവിടെ നിർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും അടിക്കാട് വെട്ടിത്തെളിക്കാൻ സാർ തന്നെ ഓർഡർ ഇട്ട സമയത്ത് സംഭവിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കൊടുത്തിരിക്കുന്ന പണി കൊടുത്ത സാധാരണ ജനങ്ങൾ നോക്കി നിൽക്കെ, മിഷൻ കൊടുത്തും സാധാരണ ജനങ്ങൾ നോക്കി നിൽക്കെ, പുറത്ത് ലക്ഷങ്ങൾ കോടികളും മെനയുന്ന സാധാരണ ഒരു സമ്പന്നന് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു ഹിന്ദിക്കാരെ വെച്ച് കാട് വയ്ക്കാൻ. എത്ര കാലം വയ്ക്കും? ഹിന്ദിക്കാർക്ക് അറിയാമോ ഈ ഒരു ഭാഗത്തുള്ളവരെ? ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന ഹിന്ദിക്കാർ നമ്മുടെ വയനാട് നേരിയ വയക്കാൻ വന്ന സമയത്ത് ഹിന്ദിക്കാരെ ആന ഓടിച്ചു. ഹിന്ദിക്കാർ കണ്ടില്ല ആന കയറി പോയത്. എന്റെ ഭർത്താവാണ് പോയി വിളിച്ചു പറഞ്ഞത്, എടാ മിഷൻ ഓണാക്കടാ, ഇല്ലെങ്കിൽ അന്ന് ആ ഹിന്ദിക്കാരെ ചവിട്ടി മരിച്ചേനെ. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നറിയോ? അതുപോലെ ഇപ്പം സാറ് പറഞ്ഞു ആനമതിലിന്റെ പണിന്ന്. ആനമതിലിന്റെ പണി ആദ്യം 10 മാസത്തേക്കല്ലേ കൊടുത്തത്? ഇപ്പൊ 5 വർഷമായി. എവിടെ പോയില്ലേ ഈ അതെടുത്ത കൺസ്ട്രക്ഷൻ വർക്കുകാര്? ഇനിയും അവർക്ക് തന്നെയാണോ നിങ്ങൾ ഇനിയും പണി കൊടുക്കാൻ പോകുന്നത്? അവരുടെ പേരിലെടുക്ക് ഈ 2 ജീവൻ പോയതിന്റെ കേസ് അവർക്ക് കൊടുക്കുക, അവരുടെ പേരിലെടുക്കുക. കാരണം അവർ ആ പണി കൃത്യമായും സത്യസന്ധമായും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ 2 ബോഡി ഈ വഴിയിൽ വെട്ടി സാറിനെ ഈ പാതിരാത്രിക്ക് ഇവിടെ വിളിച്ചു വരുന്ന ആവശ്യം വരില്ലായിരുന്നു. അറിയാമോ? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ആറളം ഫാം ഇനിയുണ്ട്. ഞാൻ പറയുന്നത് ചുരുക്കം ജനത, ഇവിടെ ഇരിക്കുന്ന ജനതകൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്, സാറിനെ അറിയിക്കാനുണ്ട്.
അറിയോ? അത് കേട്ട് കഴിഞ്ഞാൽ സാറിന് വിഷമമായി, സാർ ഇവിടെ നിൽക്കില്ല. സാറിന് ഈ ഉന്നതന്മാരും ഈ ഉദ്യോഗസ്ഥന്മാരും പറയുന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ ആർലം ഫാം എന്താണെന്ന്. പക്ഷെ ഒരു സാധാരണക്കാരോട് ചോദിച്ചു ആർലം ഫാം എന്താണ്, എങ്ങനെയാണ് എന്നാലും മനസ്സിലാവും എന്താണ് ഏതാണ് ആർലം ഫാമിന്റെ അവസ്ഥ എന്താണ്. വോട്ട് ചോദിക്കാൻ മാത്രം വന്നതുകൊണ്ട്, ഒരു സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് വോട്ട് ചോദിക്കാൻ വന്നതുകൊണ്ട് മാത്രം ആവുമോ? ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് വേണ്ടതുപോലെ ചെയ്തു കൊടുത്താലല്ലേ നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള തലമുറയിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കാരെയും, ഒരു പാർട്ടിയെ മാത്രമല്ല പറയുന്നത്, ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പാർട്ടിയുടെയും ഒരു ബേസിലും അല്ല. ഞങ്ങൾ ആദിവാസികൾ എന്ന ഒറ്റ കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. പാർട്ടിയെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ പാർട്ടിനെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ ബോഡി അന്നേരം തന്നെ കുഴിച്ചിട്ടേനെ. ഈ സാധാരണ ജനങ്ങളുടെ കണ്ണി പൊടിയിട്ടിട്ട് അവര് കുഴിച്ചിട്ട് ഇപ്പൊ എല്ലാരും വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയേനെ. കുറെ ശ്രമിച്ചു, പക്ഷെ നമ്മളത് വിട്ടുകൊടുത്തിട്ടില്ല. സാറിനെ കുറച്ച് കാര്യങ്ങൾ നേരിട്ട് ഞങ്ങൾക്ക് അറിയിക്കണമെന്നും ഞങ്ങളുടെ സംഘടനകൾ സാറിനെ അറിയിക്കണമെന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ആനമതിൽ 10 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത ഇനി എവിടെ ഈ 3 മാസം സമയം ഞങ്ങൾ തരാം. സാറിന് ആനമതിൽ അവരെ കൊണ്ട് തന്നെ പൂർത്തിയാക്കിച്ചോണ്ട് ഈ ആർലം ഫാമിലെ ആനയെ മുഴുവൻ അതിന്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുമോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാ, ഞങ്ങൾ ആദിവാസികൾ ചോദിക്കുന്ന ചോദ്യമാണിത്. സാർ ഇപ്പൊ ഫെൻസിങ്ങിന്റെ കാര്യം പറഞ്ഞു. സാർ ഇപ്പൊ ഈ മേഖലകളിലെല്ലാം ഫെൻസിങ് ഇടാന്ന് പറഞ്ഞു. ആ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ഈ ആനമതിലിന്റെ പണി ഇനി എഴഞ്ഞു നീങ്ങൂലേ? ഫെൻസിങ് ഇട്ടിട്ടുണ്ടല്ലോ, ആദിവാസികളുടെ ഇടമുണ്ട ഫെൻസിങ് ഇട്ടിട്ടുണ്ടല്ലോ. ഇനി എന്താണ് അവർക്ക് ആനമതിലെന്ന് ഈ കോൺട്രാക്ടർമാരെ തന്നെ ചിന്തിക്കില്ലേ? അതുകൊണ്ട് ഇനി ആ കോൺട്രാക്ടർമാരെ വെച്ച് നമുക്ക് ഫെൻസിങ്ങും വേണ്ട, ആനമതിലും വേണ്ട. വേറൊരാളെ കൃത്യമായും സത്യസന്ധമായും പണിയെടുക്കുന്ന, അഴിമതി ഇല്ലാതെ പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ടറെ വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് ആനമതിലിന്റെ പണി 3 മാസം കൊണ്ട് തീർത്തു തന്ന് ആർലം ഫാമിലെ 80 ആനയും കുഞ്ഞുങ്ങളും. സാറിനറിയോ ഈ ഫാമിലുള്ള ആനകളെയല്ല? ഇല്ലല്ലോ. ആർആർടിക്കാർ വന്നിട്ട് ചോദിക്കും, ലൈറ്റ് വണ്ടിയിൽ ഇരുന്നിട്ട് ലൈറ്റ് അടിച്ച് ചോദിക്കും നമ്മളോട് ആന എവിടെയാണ്. നമ്മളെ മിറ്റത്തിറങ്ങി കാണിച്ചു കൊടുക്കണം ആന എവിടെയാന്ന്. അറിയോ? ആർലം ഫാമിൽ തന്നെ ആദിവാസി ജനതയിൽപ്പെട്ട കുറച്ചു പേരെ RRT ടീമിലേക്ക് താൽക്കാലിക വാച്ചർമാരായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ആദിവാസി ജനത ഇവിടെ മരിച്ചപ്പോൾ ഈ താൽക്കാലികമായി എടുത്ത ഒറ്റ വാച്ചർമാർ പോലും വന്നിട്ട് നോക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് സാർ അവരെ ആദിവാസി സമൂഹത്തിൽ വാച്ചർമാരായിട്ട് എടുത്തിട്ടുള്ളത്? ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ആദിവാസി സമൂഹത്തിന് ഇത്രയും വിലയുള്ള ഞങ്ങൾക്ക് നേരെ മറിച്ച് ഒരു പന്നി എവിടെയും ചത്തു കിടക്കട്ടെ, DFO RRTയുടെ 3 വണ്ടി അത് നിറച്ച ആൾക്കാര് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, കുഴിച്ചിടുന്നു. അടുത്തുള്ള വീടുകളിലെ മുഴുവൻ ചമ്മന്തി അരച്ചു വെച്ചിരിക്കുന്ന ചട്ടി വരെ പൊക്കി നോക്കുന്നു. ഇതൊന്നും ഞങ്ങൾ പറയാതെ ഞങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളും. ഇത്രയും കൊല്ലങ്ങളായിട്ട് ഞങ്ങളുടെ മനസ്സിനുള്ളിലുള്ളതാ. അതുകൊണ്ടാണ് ഈ 2 ബോഡി 24 മണിക്കൂറായി. ഞങ്ങൾക്കറിയാം മനുഷ്യ ശരീരമാണ്, ചീയും മണക്കും, നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ 2 മണി 2:30 മുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട്. ഈ പറയുന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും മനുഷ്യരാണ്, ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെങ്കിൽ ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങൾക്ക് സാറിനെ നേരിട്ട് അറിയിക്കണമെന്നൊരു ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് സാറ് വരാതെ ബോഡി ഞങ്ങൾ ഇവിടുന്ന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞത്. ഫാമിൽ നടക്കുന്ന പല കാര്യങ്ങളും സാറൊന്ന് അന്വേഷിച്ചു നോക്കും, അപ്പം മനസ്സിലാവും. ഫാമിലുള്ളവരുടെ ബാർക്കന്റെ മണ്ടൊക്കെ ഇറങ്ങി ഞാൻ ആനനെ കാണിച്ചു കൊടുക്കുന്നു. അതേപോലെ പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് മര്യാദക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ആന റോഡിൽ തന്നെ വരുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് കടന്നിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ആനന് തുരത്തിയാൽ ആന പിന്നെ തിരിച്ചു വരുന്നുണ്ട്. ആന തുരത്തിട്ട് കാര്യമില്ല. പ്രത്യേക റിക്രൂട്ട്മെന്റ് വഴി 500 പേരെ എടുക്കാൻ കാരണം അവർക്കാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ നന്നായി അറിയുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവരുടെ സേവനം നമുക്ക് പറയുന്നതിനേക്കാൾ മറ്റ് പുറത്തുനിന്ന് വരുന്ന ഒരു ആൾക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി കൊടുത്താൽ അറിയുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങളിൽ ഒരാളായി ജീവിച്ച് വളർന്നു വന്ന് വിദ്യാഭ്യാസം നേടിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ ഈ ഗവൺമെൻറ്റാണ് 500 പേരെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുകൾ എടുത്തത്. നിങ്ങളെ സഹായിക്കാനാണ്. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. അല്ല ഇപ്പം എനിക്ക് തരണം പറഞ്ഞാൽ മതി. പറയാനും എഴുതാനൊക്കെ സമയമുണ്ട് നമുക്ക്. ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു
നിങ്ങളുടെ ഒരു സഹോദരനായി കണക്കാക്കി ഞാൻ അത് നമുക്ക് ഏത് കാരണവശാലും ഇവിടെ നിർത്താൻ പറ്റൂല. ശരി, അല്ല അതിനാണല്ലോ അത് പറ്റില്ല. ഇവിടെ ഇവിടുത്തെ ആനകളെ ഘട്ടം ഘട്ടമായി ഇവിടുന്ന് മാറ്റിയേ പറ്റൂ, അല്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല. അത് ആദ്യത്തെ കാര്യം, അത് ആദ്യത്തെ നടപടി. ഞാൻ അവിടെ നിർത്തുന്നില്ല സഹോദരൻ, ഞാൻ അവിടെ നിർത്തുന്നില്ല. ഒരാനയെ മാത്രമേ ഞാൻ നിർത്തുന്നില്ല. ഘട്ടം ഘട്ടമായി ഇവിടെ ഉൾക്കാട്ടിലേക്ക് തുരത്തിയാലല്ലാതെ നിങ്ങൾക്ക് സമാധാനപരമായി കഴിയില്ല. അതിനുള്ള ശ്രമങ്ങൾ നടത്തും. ആദ്യ പരിഗണന ഏതാണ്? ഇന്നലെ ഇവിടെ വന്ന് നമ്മളിൽ ഒരുവനെ ചവിട്ടി, ഒരു സഹോദരിയെ ചവിട്ടി കൊന്ന ആന തന്നെയാണ് നമ്മുടെ പ്രശ്നം. അതിനകത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് 1-ാം തീയതി പരിശോധിക്കാൻ ഒരാഴ്ച, അത് കഴിഞ്ഞ് 3-ാം തീയതി പരിശോധിക്കാൻ, അത് കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവിടെ നിങ്ങളിൽ നിന്നുള്ള അഭിപ്രായം നിയമപരമായി ചെയ്യാൻ കഴിയുന്ന മനുഷ്യസാധ്യമായ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഈ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഉറപ്പിൽ നിങ്ങൾ വിശ്വസിക്കണം. അതുപോലെ ആനകളെ തുരത്താൻ വേണ്ടി ഒരു RRT പോരാ, കൂടുതൽ RRTകളെ നിയോഗിക്കണം. ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ് ആ യോഗത്തിൽ പങ്കെടുത്ത ഗ്രാമപഞ്ചായത്ത് അംഗം മിനി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, MLA, രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും, നിങ്ങളെ നന്നായിട്ട് അറിയുന്ന നേതാക്കന്മാർ, ഇവരെല്ലാവരും അത് സമ്മതിച്ച് അത് മിനിറ്റ്സ് ആക്കി, എന്ന് പറഞ്ഞാൽ അത് രേഖയാക്കി, സർക്കാരിന്റെ ഉത്തരവാക്കി രേഖയാക്കി അതിന്റെ ഒരു കോപ്പി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിക്കാൻ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ ഒരു കോപ്പി എത്രയും പെട്ടെന്ന് നിങ്ങളിൽ ഒരാൾക്ക് കൂടി, ഇവിടെ നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് കൂടി, നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർക്കോ ബ്ലോക്ക് മെമ്പർക്കോ അല്ലെങ്കിൽ സംഘടനാ പ്രതിനിധിക്കോ ഈ തീരുമാനത്തിന്റെ ഒരു കോപ്പി കൂടി നൽകുന്നതാണ്. അത് മന്ത്രി ഒപ്പിട്ട ഒരു കടലാസാണ്, ഔദ്യോഗികമായ ഒരു രേഖയാണ്. അത് നമ്മൾക്ക് വിശ്വസിക്കാം. ഇനിയും നമ്മൾ ഈ മൃതശരീരം ഇനിയും അടക്കം ചെയ്യുന്നതിന് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണമെന്ന മന്ത്രിയുടെ അഭ്യർത്ഥന, കേരളത്തിന്റെ ഒരു മന്ത്രിയാണ്, 2 തവണ മന്ത്രിയായിട്ടുള്ള ഒരു ഉയർന്ന നേതാവാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന നമ്മൾ മാനിക്കണം. അത് കുടുംബത്തിന്റെ അഭ്യർത്ഥനയാണ്. ഇവിടെ യുവ സഹോദരി പറഞ്ഞ ആ വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ തീരുമാനത്തിന്റെ മിനിറ്റ്സ് നമുക്ക് കൈമാറും. MLA എന്ന നിലയിൽ ഞാൻ വാങ്ങി നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പാല് ട്രെയിലർ വെച്ചിട്ടുണ്ടാ ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവമാഷ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.